നമസ്കാരം. കേന്ദ്രഭരണ പ്രദേശമായ കാരയ്ക്കലിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ വേളാങ്കണ്ണി നാഗൂർ യാത്രയ്ക്ക് ശേഷം തിരിച്ചിനി നേരെ കേരളത്തിലേക്ക് പോവുകയാണ്. ഈ ഭാഗങ്ങളിലേക്ക് വരാനും തിരിച്ചു പോകാനും മലയാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ട്രെയിനിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. കാരയ്ക്കൽ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും വൈകുന്നേരം 4:30 എറണാകുളത്തേക്ക് പോകുന്ന ടീ ഗാർഡൻ എക്സ്പ്രസിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. കാരയ്ക്കൽ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നിലവിലിപ്പോൾ ഇവിടെ നവീകരണമാണ്, പണികളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ അങ്ങ് അവിടെയാണ് മെയിൻ റോഡ് ഉള്ളത്. അവിടുന്ന് ഇടത് ഭാഗത്തേക്കാണ് ബീച്ചിലേക്ക് പോകാനുള്ള വഴി. ഞങ്ങൾ അവിടത്തേക്കൊക്കെ പോയതാണ്. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് ബീച്ചിലേക്ക്. പിന്നെ ഇത് കേന്ദ്രഭരണ പ്രദേശമാണെന്ന് പറഞ്ഞല്ലോ, അതായത് പുതുച്ചേരിയുടെ ഭാഗമാണ്. ഇവിടുത്തെ രജിസ്ട്രേഷൻ വരുന്നത് PY2 എന്നാണ്. ഈ നവീകരണം നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ വെയിറ്റിംഗ് റൂമൊന്നും തന്നെ ഇല്ല. പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും പോയി ഇരിക്കേണ്ടി വരും. ഞങ്ങളെന്തായാലും ഈ ഒരു ചുട്ടു പൊള്ളുന്ന വെയിലത്ത് വേറെ എവിടെ ഇറങ്ങുന്നില്ല. നേരെ ഇനി സ്റ്റേഷൻ്റെ അകത്തേക്ക് തന്നെ കയറുകയാണ്. ഇപ്പം 2 മണി ആയതേ ഉള്ളൂ. ട്രെയിൻ പുറപ്പെടാൻ ഇനിയും 2.5 മണിക്കൂർ കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് നല്ല സ്ഥലമുണ്ട് കേട്ടോ. ഈ ഭാഗത്താണ് പാർക്കിംഗ് ഏരിയ ഒക്കെ വരുന്നത്. സ്റ്റേഷൻ്റെ മുൻഭാഗം വഴി തന്നെയാണ് റോഡും കടന്നു പോകുന്നത്. സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെയാണ് പുതിയ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം തന്നെയാണ് ഇന്ന് നമുക്ക് പോകാനുള്ള ട്രെയിൻ പുറപ്പെടുക. കാരയ്ക്കൽ സ്റ്റേഷൻ്റെ കോഡ് KIK എന്നാണ്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇതാ നമുക്കിന്ന് എറണാകുളത്തേക്ക് പോകാനുള്ള ടീ ഗാർഡൻ എക്സ്പ്രസ് ലോക്കോമോട്ടീവൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റായിട്ടുണ്ട്. അറക്കോണത്തിൻ്റെ WAP4 ആണ് ലോക്കോമോട്ടീവ്. ഇതിന് ഒരു ലോക്കോ റിവേഴ്സൽ ഉണ്ട്. അത് തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ്. ഞങ്ങൾ നടന്ന ട്രെയിനിൻ്റെ ഏറ്റവും പുറകിലേക്ക് എത്തിയേ ഈ കാണുന്ന ലൈനില്ലേ, ഇത് നേരെ മയിലാടുതുറയിലേക്ക് പോകുന്നതാണ്. പിന്നെ ഈ ട്രെയിനിൽ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് കോച്ചൊക്കെ ഉണ്ട്. ഈ ട്രെയിനിൻ്റെ ആകെ കോച്ചുകളുടെ എണ്ണം പറയുവാണെങ്കിൽ 5 അൺറിസേർവ്ഡ് കോച്ചുകളാണുള്ളത്. 3 എണ്ണം മുന്നിലും 2 എണ്ണം പുറകിലും. ഈ 2 എണ്ണം പുറകിലുള്ളതിൽ പകുതി RMS ആണ്. 14 സ്ലീപ്പർ ക്ലാസ്സുകളുണ്ട്. അതിൽ ഒരു സ്ലീപ്പർ ക്ലാസ് എക്സ്ട്രയാണ്. 2 തേർഡ് AC, 1 സെക്കൻഡ് AC. നമ്മളിന്ന് പോകുന്ന ഈ ട്രെയിനില്ലേ, ഇതിൻ്റെ റേക്ക് ഷെയറിങ്ങിൻ്റെ ഒരു ബോർഡാണ്. നമുക്ക് ആദ്യം താമ്പരത്ത് നിന്ന് തുടങ്ങാം. താമ്പരത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്കുള്ള എക്സ്പ്രസ്, അതിൻ്റെ നമ്പർ 16175. വേളാങ്കണ്ണിയിൽ നിന്ന് മയിലാടുതുറയിലേക്കുള്ള പാസഞ്ചർ, അതിൻ്റെ നമ്പർ വരുന്നത് 56008. പിന്നെ മയിലാടുതുറയിൽ നിന്ന് കാരയ്ക്കലിലേക്കുള്ള പാസഞ്ചർ, അതിൻ്റെ നമ്പർ വരുന്നത് 56009. പിന്നെ കാരയ്ക്കലിൽ നിന്ന് എറണാകുളത്തേക്ക്, അതായത് നമ്മളിന്ന് പോകുന്ന ടീ ഗാർഡൻ എക്സ്പ്രസ്, അതിൻ്റെ നമ്പർ വരുന്നത് 16187. തിരിച്ച് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 16188. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്കുള്ള പാസഞ്ചർ, അതിൻ്റെ നമ്പർ വരുന്നത് 56005. ഇത്രയും വണ്ടികളായിട്ടാണ് ഇതിൻ്റെ റേക്ക് ഷെയറിങ്. ഇതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് കാരയ്ക്കലിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ കോട്ടയത്തേക്കുള്ള പാസഞ്ചറും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തന്നെ റേക്ക് ഷെയറിങ് പോകുമ്പോൾ അറിയാം. പക്ഷേ ഈ ഇത്രയും ബാക്കി വരുന്ന വണ്ടികളില്ലേ, ഇത് കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ കോച്ചൊന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് സ്ലീപ്പർ ക്ലാസ്സിലാണ്. പുറകിലത്തെ ഈ ഒരു അൺറിസർവ്ഡ് കോച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് റിസർവ്ഡ് ഫോർ RMS എന്ന് എഴുതിയത് കാണാം. അതിൽ മെയിൽ സർവീസാണ് ഇതിൽ കൊണ്ടുപോവുക. പിന്നെ ഈ ഭാഗത്താണ് സെക്കൻഡ് AC A1. 2013 മേഡ് കോച്ചാണിത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന, അതായത് ഈ ഒരു തമിഴ്നാട് ഭാഗത്തേക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ട്രെയിനാണല്ലോ ഇത്. ഇതും വൈകാതെ തന്നെ LHBയിലേക്ക് മാറും. ഈ LHBയിലേക്ക് മാറുമ്പം പിന്നെയുള്ളൊരു പ്രശ്നം, ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ഉത്കൃഷ്ട കോച്ചില്ലേ, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു 5-6 വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ഒട്ടുമിക്ക വണ്ടികളും LHBയിലേക്ക് മാറുമ്പോൾ പിന്നെ ഇതിനൊന്നും കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ യാത്ര ചെയ്യുമ്പം ട്രെയിനിൻ്റെ ഈ ഒരു പുറത്തെ ഒരു ബോഡി മുഴുവനായിട്ടും പകർത്താറുണ്ട്. ഞങ്ങളുടെ കോച്ച് S6 ആണ്. ടീ ഗാർഡൻ എക്സ്പ്രസിൻ്റെ സ്ലീപ്പർ കോച്ചിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത്ര പഴകിയ കോച്ചുകളൊന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോച്ചുകളൊക്കെ തന്നെയാണ്. വലിയ പഴക്കമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്രാപ്പ് ചെയ്യണമെങ്കിൽ 25 വർഷമാണ്. അതായത് ഒരു കോച്ചിൻ്റെ ആയുസ് 25 വർഷമാണ്. അതായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സ്ക്രാപ്പ് ചെയ്യുക. ഇതൊക്കെ 2014. ഇത് S5. ഇപ്പം അടുത്ത കോച്ചാണ് നമ്മുടേത്. 2 വർഷം മുന്നേ ഞങ്ങൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് കോട്ടയം എക്സ്പ്രസിന് പുറമെ തന്നെ ടീ ഗാർഡൻ എക്സ്പ്രസ് വേറൊരു ട്രെയിനായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ടായിരുന്നു. കാരയ്ക്കൽ റെയിൽവേ സ്റ്റേഷൻ തന്നെ എല്ലാ ദിവസവും രാത്രി 9:20 ചെന്നൈയിലേക്ക് പോകുന്ന കമ്പൻ എക്സ്പ്രസ് ആയിട്ട്
അപ്പോൾ ആ ഒരു ട്രെയിൻ ഇപ്പോൾ ഇല്ല. അതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് വേറൊരു റൂട്ടും അതൊക്കെ വന്നതുകൊണ്ടാണ്. അതിൻ്റെ കാര്യത്തിലേക്ക് വരാം. അതിന് പകരം വന്ന വണ്ടി തന്നെയാണ് വേളാങ്കണ്ണിയിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി 9:50 താമ്പരത്തേക്ക് പോകുന്ന വണ്ടി. ഈ കമ്പനി എക്സ്പ്രസ് ആണെങ്കിൽ ഇവിടുന്ന് കാരക്കലിൽ നിന്ന് പുറപ്പെട്ടിട്ട് നാഗൂർ, നാഗപട്ടണം, നേരെ തിരുവാരൂർ പോയിട്ട് അവിടുന്ന് ലോക്കർ റിവേഴ്സ് ചെയ്ത് നേരെ മയിലാടുന്നൂർ വഴിയാണ് ചെന്നൈ പോവുക. ഈ പുതിയ വണ്ടിയാണെങ്കിൽ വേളാങ്കണ്ണി പുറപ്പെട്ട ശേഷം നാഗപട്ടണം, നാഗൂർ വന്നിട്ട് ഇവിടെ രാത്രി 10:40 എത്തുക. ശേഷം നേരെ മയിലാടുന്നൂർ വഴിയാണ് ഈ വണ്ടി നേരെ ചെന്നൈയിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ 2 വർഷം മുന്നേ വന്ന സമയത്ത് ഈ കാരക്കലിൽ നിന്ന് മയിലാടുന്നൂരേക്കുള്ള റെയിൽവേ ലൈനൊന്നും ഉണ്ടായില്ല. അത് ഇപ്പോഴാണ് ഓപ്പൺ ചെയ്തത്. അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഫ്രഞ്ച് ഭരണകാലത്താണ് ആ ഒരു റൂട്ടിൽ ആദ്യമായിട്ട് ട്രെയിൻ, അതായത് അന്ന് മീറ്റർ ഗേജാണ് ഉണ്ടായത്. 1878 അത് അന്ന് ഓപ്പൺ ആയത്. 1980 ആ ഒരു പാത അടച്ചു പൂട്ടുകയും ഉണ്ടായി. ശേഷം ബ്രോഡ് ഗേജിന്റെ പാത ഈ ഒരു അടുത്ത കാലത്താണ് എന്താ പറയുക പൂർത്തിയായതെന്ന് പറയാം. അതായത് കഴിഞ്ഞ വർഷം 2025 ജൂൺ 11 അതുവഴി ആദ്യമായിട്ട് ട്രെയിൻ കടന്നു പോയത്. നമ്മൾ പോകുന്ന പാസഞ്ചർ ട്രെയിനില്ലേ, അത് അതേ വർഷം തന്നെ 2025 ഓഗസ്റ്റ് മാസം 29 കടന്നുപോയത്. എനിക്ക് തോന്നുന്നു ആ ഒരു പാത ഓപ്പൺ ചെയ്തത് കൊണ്ടായിരിക്കാം ആ ട്രെയിനും സമയമൊക്കെ മാറ്റി പുതിയൊരു വണ്ടി വന്നത്. ഞങ്ങളുടെ ബെർത്തുകൾ ഉള്ളത് അങ്ങ അറ്റത്താണ്. 30 ഉണ്ട്, 30 ഇവിടെയാണ് ഒരു അപ്പർ ബെർത്ത്. പിന്നെ ഒന്നുള്ളത് 6 ഈ ഡോറിൻ്റെ ഇവിടെയാണ് ഈ ഒരു അപ്പർ ബെർത്ത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഇവിടെ ഓഫ് ആവുകയില്ല. അതായത് ഈ ബെർത്തിൽ മിക്കവാറും എന്നെ തന്നെ നീ കടത്തും അല്ലേ? ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇവിടെ അടിപൊളിയല്ലേ അല്ലേ? ടോയ്ലറ്റിന്റെ ഭാഗത്തായാലും വാഷ് ഏരിയന്റെ ഇവിടെ ആയാലും നല്ല വൃത്തിയാണ്. പിന്നെ സൈഡ് അപ്പറിന്റെ ഇവിടെ വരെ ചാർജിങ് പോയിന്റ് ഉണ്ട്, സൈഡ് ലോവറിന്റെ ഇവിടെയും ഉണ്ട്. നല്ല വൃത്തിയാണ് എല്ലാ ഭാഗത്തും. അപ്പോൾ നമ്മുടെ ഇവിടെ ആയാലും ഈ ഭാഗത്ത് പോലും ചാർജിങ് പോയിന്റ് ഉണ്ട്. ഈ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 3 ആഴ്ച മുന്നെയാണ് ടിക്കറ്റ് എടുത്തത്. ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം 18ഓളം ബെർത്തുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 അപ്പർ ബെർത്ത് ഓപ്ഷൻ കൊടുത്തു. പക്ഷേ കിട്ടിയപ്പോൾ വേറെ ആയിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, ഒരേ കോച്ചിൽ തന്നെ കിട്ടിയല്ലോ. ഇവിടെ കാരയ്ക്കലിൽ നിന്ന് എറണാകുളം വരെ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 360 രൂപയാണ്. ഇന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു ട്രെയിൻ എങ്ങനെ ടീ ഗാർഡൻ എന്നൊരു പേര് വന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഈ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയത് 1944 ഡിസംബർ മാസത്തിലാണ്. അന്ന് ഈ പറഞ്ഞ പോലെ എറണാകുളം സൗത്ത് നിന്ന് ആരംഭിച്ച് കാരക്കലേക്കും നല്ല സർവീസ് ഉണ്ടായത്. അന്ന് നമ്മുടെ എറണാകുളത്തെ പഴയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കൊച്ചിൻ ഹാർബർ ടെർമിനസ് ആണല്ലോ. അവിടുന്ന് മേട്ടുപ്പാളയം ഊട്ടി ആയിട്ടുള്ള ഒരു സർവീസാണ് ഉണ്ടായത്. അത് പറഞ്ഞാൽ ആ സമയത്ത് ഈ ഊട്ടി ഭാഗത്ത് നിന്ന് ഒരുപാട് തേയിലകൾ വിളവെടുത്തിട്ട് നേരെ വേറൊരു ഗേജാണല്ലോ ആ റൂട്ട് വഴി ഉണ്ടായത്, നേരെ മേട്ടുപ്പാളയത്തോട്ട് കൊണ്ടുവരും. അത് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരൊക്കെയാണ്. എന്നിട്ട് അവിടുന്ന് അവർ വേറൊരു ട്രെയിനിൽ മേട്ടുപ്പാളയത്ത് നിന്ന് കൊച്ചിൻ ഹാർബർ ടെർമിനസിലേക്ക് വരും. ഈ പോർട്ട് വഴി നേരെ യൂറോപ്പിലേക്കൊക്കെ ഈ തേയിലൊക്കെ എന്താ പറയുക കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആ ഒരു തേയിലൊക്കെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഈ ട്രെയിനിൽ ടീ ഗാർഡൻ എന്നൊരു പേര് വന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു റൂട്ടൊക്കെ പിന്നീട് മാറ്റിയിട്ടുണ്ടായി. എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1970 സമയത്ത് ഈ ആ ഒരു ഊട്ടിലോട്ട് പോകുന്ന ആ ഒരു സർവീസൊക്കെ നിർത്തിവെച്ചു. പിന്നെ വണ്ടി എറണാകുളത്ത് നിന്ന് മേട്ടുപ്പാളയം വരെ മാത്രം വന്നു. അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ കുറച്ച് കഴിഞ്ഞപാട് തന്നെ മേട്ടുപ്പാളയം ടു കോയമ്പത്തൂർ ആ ഒരു സെക്ഷനിൽ ഈ ട്രെയിൻ നിർത്തി. എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂർ വന്നിട്ട് തിരുച്ചിറപ്പള്ളിയിലേക്കായി ആ ട്രെയിൻ മാറുകയുണ്ടായി. തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ മേട്ടുപ്പാളയം ആ റൂട്ടിൽ സർവീസ് ചെയ്ത ട്രെയിനിന്റെ നമ്പർ വരുന്നത് 565, അതുപോലെ തന്നെ തിരിച്ച് 566 ആ ഒരു നമ്പറാണ് വരികയുണ്ടായത്. അതുപോലെ തന്നെ തിരുച്ചിറപ്പള്ളിയിലോട്ട് മാറ്റിയ സമയത്ത് വണ്ടിയുടെ നമ്പർ വരുന്നത് 6866 6865 ആ ഒരു നമ്പറാണ് ഉണ്ടായത്. കൂടാതെ തന്നെ പിന്നീടും എക്സ്റ്റൻഷന് ഒരുപാട് പേരുണ്ടായി. 2010 തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് നാഗൂറിലോട്ട് ഈ വണ്ടി നീട്ടുകയുണ്ടായി. 2011 നാഗൂറിന് കാരക്കലേക്ക് നീട്ടുണ്ടായി. പിന്നീട് വണ്ടിയുടെ നമ്പറില്ലേ, ഇപ്പൊ നിലവിലത്തെ ഈ ഒരു നമ്പർ, അത് 2013 വന്നത്. 4:30 അങ്ങനെ ട്രെയിൻ ഇതാ കാരയ്ക്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോം, അത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോം. നിലവിലിപ്പോൾ ഇവിടെ വേറെ ട്രെയിനൊന്നും തന്നെ ഇല്ല. കാരയ്ക്കൽ റെയിൽവേ സ്റ്റേഷനൊക്കെ തിരുച്ചിറപ്പള്ളി ഡിവിഷൻ്റെ കീഴിലുള്ള സ്റ്റേഷനാണ്. എന്തായാലും കുറച്ച് വർഷങ്ങളൊക്കെ എടുക്കും ഇവിടെ ഒരു നല്ല സ്റ്റേഷനായി വരാൻ. സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ലെവൽ ക്രോസിംഗ് ഉണ്ട്. അവിടെ ഒരു തുരുത്തൊക്കെ കാണാം.
മുന്നിലായി കടലാണ്. 4:46 ട്രെയിൻ ഇതാ നാഗൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്നൊക്കെ അൺറിസർവ്ഡിലൊക്കെ കയറാൻ നല്ല തിരക്കുണ്ട് കേട്ടോ. കൂടുതലും അൺറിസർവ്ഡിൽ തന്നെയാണ്. കേരളത്തിൽ നിന്ന് നാഗൂർ ദർഗ കാണണമെങ്കിൽ ഈ ട്രെയിനാണ് നേരിട്ടുള്ളത്. രാത്രി എറണാകുളത്ത് നിന്നോ പാലക്കാട് നിന്നോ കയറിയിട്ടുണ്ടെങ്കിൽ രാവിലെ 10:50 ഈ ട്രെയിൻ ഇവിടെ എത്തുക. അതിനുശേഷം ദർഗയിലൊക്കെ പോയിട്ട് തിരിച്ച് ഇതേ സമയത്ത് കേരളത്തിലേക്ക് പോകാമല്ലോ. 4:52 നാഗൂറിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. ഇനി അടുത്തതാണ് നാഗപട്ടണം ജംഗ്ഷൻ. ഈ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് നിന്നാൽ തന്നെ ദർഗയുടെ മിനാരങ്ങളൊക്കെ കാണാം. ഇത് എവിടെയാണ് ദർഗ. വേളാങ്കണ്ണിയിൽ പോയവർക്ക് നാഗപട്ടണം വന്ന് ഈ ട്രെയിൻ പിടിക്കേണ്ട ഒരു കണക്ഷൻ ട്രെയിനിനെ പറ്റി പറഞ്ഞുതരാം. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും വൈകുന്നേരം 4:40 കാരയ്ക്കലിലേക്ക് ഒരു DME ഉണ്ട്. 4:55 ഒക്കെ ആകുമ്പോൾ ആ വണ്ടി നാഗപട്ടണത്ത് എത്തും. ഒരാൾക്ക് 10 രൂപ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ 5:05 മാത്രമേ ഈ ട്രെയിൻ നാഗപട്ടണത്ത് നിന്ന് പുറപ്പെടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നാഗപട്ടണത്തേക്ക് എളുപ്പത്തിൽ വേളാങ്കണ്ണിയിൽ നിന്ന് വരാൻ പറ്റിയ ഒരു വണ്ടി അതാണ്. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഉള്ള വലിയൊരു വളവ്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് ഫെറിയൊക്കെ കിട്ടുന്നത് ഈ ഒരു നാഗപട്ടണത്തിൽ നിന്നാണ് കേട്ടോ. ഇവിടുന്ന് വളരെ അടുത്താണ്. ഈ റെയിൽവേ സ്റ്റേഷൻ 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പോർട്ടിലേക്ക്. ഞങ്ങൾ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അതിലാണ് വന്നത്. എന്നിട്ട് നേരെ ഇവിടത്തേക്ക് നടന്ന് വന്ന ഒരു വഴിയൊക്കെയാണിത്. അന്ന് ഈ ഒരു പാലത്തിൻ്റെ പണിയൊക്കെ ആയിരുന്നു. ഇപ്പം അതൊക്കെ പൂർത്തിയായി. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഒരാൾക്ക് 6500 ഈ ഷിപ്പിന്. ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് 5500. അതിലത്തെ ടിക്കറ്റ് ചാർജൊക്കെ ടോട്ടൽ ഇപ്പം മാറ്റി. സ്റ്റേഷനിലെത്തി. നാഗപട്ടണം എത്തുന്നതിന് മുന്നേ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അകത്തെ കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഇത് ഫുള്ളാവും. ഇവിടെ നിന്നാണ് ഇതിൽ ആൾക്കാർ മുഴുവനും കയറുക. 5:04. ഇനി ഇവിടുന്ന് കയറാനുള്ള ആൾക്കാരുടെ തിരക്ക് കണ്ട. കൂടുതലും വേളാങ്കണ്ണിയിലോട്ട് പോയി തിരിച്ചു വരുന്നവർ തന്നെയാണ്. വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇത് സ്റ്റേഷൻ്റെ പഴയ ഭാഗമാണ്. നമ്മുടെ ഭാഗത്തൊക്കെ കയറാനുള്ള ആൾക്കാർ വരിക ഇവിടെ തന്നെയാണ്. ഇതാണ് പുതിയ ഭാഗം. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെറിയൊരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വെജിറ്റേറിയൻ ഫുഡും കിട്ടും, നോൺ വെജിറ്റേറിയനും കിട്ടും. പിന്നെ ഒരുപാട് പട്ടികളൊക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് കണ്ടത്. വലുതും ചെറുതും എല്ലാം ഉണ്ട് ഇവിടെ. 5:15 നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇതാ ട്രെയിൻ എടുത്തു. ഇവിടെയും 3 പ്ലാറ്റ്ഫോമുകളാണ് ആകെയുള്ളത്. ഇനി ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് തിരുവാരൂർ ജംഗ്ഷൻ. സ്റ്റേഷൻ വിട്ട ഉടനെ തന്നെയാണ് ഒരു ലെവൽ ക്രോസിംഗ്. നല്ല പച്ചപ്പാണ് ഇവിടെ. ചുട്ടുകൊള്ളുന്ന വെയിലുണ്ടായാലും ആ ഒരു പച്ചപ്പിന് കുറവേ ഇല്ല. ഇതാണ് വേളാങ്കണ്ണി ലൈൻ. 10 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. അങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു ലൈനാണത്. 5:40 ട്രെയിൻ ഇതാ തിരുവാരൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്.
6:05 ട്രെയിൻ ഇപ്പോൾ നീഡാമംഗലം ജംഗ്ഷനിലെത്തി. ഈ സ്റ്റേഷൻ ഒരു പ്രത്യേകതയുണ്ട്. സ്റ്റേഷൻ്റെ നടുഭാഗത്താണ് ലെവൽ ക്രോസിംഗ് ഉള്ളത്. ഇപ്പോൾ ഗേറ്റ് അടച്ചിട്ടാണ് ഇവിടെ ഉള്ളത്. ട്രെയിൻ അങ്ങനെ തഞ്ചാവൂരിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. നഗരത്തിൻ്റെ നല്ലൊരു കാഴ്ച കാണാം. സ്റ്റേഷനിലെത്തി. സൂര്യാസ്തമയം 6:38 ഇപ്പോൾ. തഞ്ചാവൂർ ജംഗ്ഷൻ. ഇത് 4 നമ്പർ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നത് 3 നമ്പർ പ്ലാറ്റ്ഫോമിൽ. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. തഞ്ചാവൂരിൽ വന്നു കഴിഞ്ഞാലാണ് ബിഗ് ടെമ്പിൾ കാണാൻ വേണ്ടി പോകാൻ പറ്റുക. അതായത് പെരിയ കോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. 6:44 അങ്ങനെ തഞ്ചാവൂരിൽ നിന്ന് വണ്ടി എടുത്തു. ഇവിടത്തേക്ക് മറ്റൊരു ട്രെയിൻ കൂടെ കടന്നു വരുന്നത് കാണാം. ട്രെയിൻ ഇപ്പോൾ 110 പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉത്കൃഷ്ട കോച്ചിന്റെ പരമാവധി വേഗത 110. അതിന്റെ മുകളിൽ ഇത് പോവില്ല. ഇത് 110 പോകുമ്പോൾ തന്നെ നല്ലൊരു വൈബ്രേഷനാണ്. രാത്രിയിൽ കിടന്നൊക്കെ ഉറങ്ങുന്ന സമയത്ത് ശരിക്കും അത് അനുഭവപ്പെടും. തിരുച്ചിറപ്പള്ളിയിലേക്ക് 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇത് ചെന്നൈക്ക് മുകർന്ന് തിരുനെൽവേലിയിലേക്ക് പോകുന്നൊരു സ്പെഷ്യൽ ട്രെയിനാണ്. ഒരു പാരലൽ റൺ. അത് സ്ലോ ആയി നമ്മളിതാ കയറി പോവുകയാണ്. നമ്മുടെ വണ്ടി എന്തായാലും 1 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. കൂടുതലും അവിടെ തന്നെയാണ് വരാറുള്ളത്. കാരണം ലോക്കോ റിവേഴ്സൽ ഉണ്ടല്ലോ. ഇനി പോകാനുള്ള കരൂർ ലൈൻ ഇതാണ്. 7:40 ട്രെയിൻ ഇതാ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 1 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. ഇനി എന്തായാലും ഇവിടെ 20 മിനിറ്റിന് മുകളിൽ നിർത്തും. ലോക്കോയൊക്കെ കപ്പിൾ ചെയ്ത് സെറ്റ് ആവാൻ എന്തായാലും ഒരു ടൈം എടുക്കും. രാത്രി കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. ഇവിടുത്തെ ഫുഡ് കോർട്ടിലേക്ക് ആദ്യം പോവാം. നല്ല തിരക്കുണ്ട് ഇവിടുന്ന്. ഇവിടെ ഒരു വെജിറ്റേറിയൻ ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ വന്നിട്ട് ഞങ്ങൾ രാത്രി കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിച്ചു. ട്രിച്ചിന്ന് ഇതാ ലോക്കോ അറ്റാച്ച് ചെയ്യുകയാണ്. WP4 തന്നെയാണ്. ഇനിയിപ്പോൾ എറണാകുളം വരെ ഈ ഒരു ലോക്കോമോട്ടീവ് തന്നെയാണ്. ഈ റോഡിൻ്റെ WP4 ആണ്. ഞങ്ങൾ വാങ്ങിച്ചത് 2 സെറ്റ് ഇഡ്ഡലിയും 1 വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ആണ്. പിന്നെ ഇത് 1 പരിപ്പ് വടയും 1 ഉഴുന്നുവടയുമാണ്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ചൂടുണ്ട്. പിന്നെ ഇഡ്ഡലി 3 ഇഡ്ഡലിയും പിന്നെ ഇത് എക്സ്ട്രാ വാങ്ങിച്ച പരിപ്പ് വടയാണ്. നവീനാണ് ഉഴുന്നുവട കഴിക്കുന്നത്. ചട്നി ഉണ്ട്. ഇതാ സാമ്പാറും. 9:40 ട്രെയിൻ ഇതാ കരൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇത് 3 നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടുന്ന് അൺറിസർവ്ഡിലൊക്കെ കയറാൻ ആൾക്കാരുണ്ട്. നമ്മുടെ കോച്ചിൽ കൂടുതലും മലയാളികളാണ്. എല്ലാവരും ഏകദേശം ഉറങ്ങിയെന്ന് തന്നെ പറയാം. കാരണം വേളാങ്കണ്ണിയിലൊക്കെ പോയിട്ട് തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നവർ തന്നെയാണ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ ട്രെയിൻ കടന്നു പോകുന്നത് ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ വഴിയാണ്. നാളെ രാവിലെ ഒരു 5 മണി മുതൽ നമുക്കിനി കാണാം. 5:30 ട്രെയിൻ ഇതാ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. നല്ല മഴ പെയ്ത് പോയതേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റേഷൻ്റെ ഈ ഭാഗത്തായിട്ട് തന്നെ ലെവൽ ക്രോസിംഗും ഉണ്ട്. ഇവിടെ നിന്നും കയറാനൊന്നും ആൾക്കാരില്ല, ഇറങ്ങാൻ ഒരുപാട് പേരുണ്ട്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് രാവിലെയുള്ള ഒരു കാഴ്ചയാണിത്.
മുന്നിലായി ഒരുപാട് സോളാർ പാനലുകൾ കാണാം. ഈ സമയത്ത് ടേക്ക് ഓഫ് ഒന്നും കാണുന്നില്ല. റൺവേയിൽ ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്നാ തോന്നുന്നത്, അല്ലാതെ ഫ്ലൈറ്റ് അല്ല. അഞ്ച് 45 ട്രെയിൻ ഇതാ ആലുവയിലേക്ക് എത്തുകയാണ്. ട്രെയിൻ നമ്പർ 161-87 കാരക്കൽ എറണാകുളം എക്സ്പ്രസ് ഇവിടെ എറണാകുളത്തും നമ്മുടെ കേരളത്തിലെല്ലാം കാരക്കൽ എറണാകുളം എക്സ്പ്രസ് എന്ന അനൗൺസ്മെന്റ് ഉള്ളൂ. തമിഴ്നാട്ടിൽ ടീ ഗാർഡൻ എക്സ്പ്രസ് എന്നുള്ള അനൗൺസ്മെന്റ് തന്നെയുണ്ട്. 6:05 ട്രെയിൻ ഇതാ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ അടുത്തു. ഈ ഭാഗത്ത് ഒരുപാട് സ്റ്റോപ്പുകളുണ്ട് ഈ ട്രെയിന്. ഇനി അടുത്തത് എറണാകുളം ടൗൺ, അത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളം സൗത്തായി. ട്രെയിൻ ഇപ്പോൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ഇത് എറണാകുളം ഗുരുവായൂർ പാസഞ്ചറാണ്. ഇനിയിപ്പം അടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള എറണാകുളം ജംഗ്ഷൻ. 6:22 എറണാകുളം ടൗണിൽ നിന്ന് അങ്ങനെ വണ്ടി എടുത്തു. ഇവിടെ ഇപ്പം നല്ല മഴയും പെയ്യുകയാണ്. പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കാണാം. ഇനിയിപ്പോൾ പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ ഭാഗങ്ങൾ ഇങ്ങോട്ടൊക്കെയാണ്. എന്തായാലും രാവിലെ തന്നെ ശക്തമായ മഴ. മഴക്കാലത്ത് ട്രെയിൻ യാത്ര അടിപൊളിയാണ്. പക്ഷേ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകാൻ പറ്റില്ല, നനഞ്ഞ് കുളിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഇത് പാർക്കിംഗ് അല്ല, ഇതാണ് പാർക്കിംഗ്. ഇത് പാർക്കിംഗ് തന്നെയാണ്. കൊല്ലത്തൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇത് സ്റ്റേഷൻ്റെ ഭാഗം തന്നെയാണ്. കാരയ്ക്കലിൽ നിന്നും 594 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 6:28 നല്ല മഴയത്ത് തന്നെയാണ് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നത്. ആകാശമൊക്കെ കണ്ടോ? ഇനിയിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഈ വണ്ടി എറണാകുളം കോട്ടയം പാസഞ്ചറായിട്ട് പോകും. ഞങ്ങളിനി അതിൽ തന്നെയാണ് പോകുന്നത്. എറണാകുളം കാരയ്ക്കൽ ടീ ഗാർഡൻ എക്സ്പ്രസ് ഇപ്പം ഇവിടെ എത്തിയല്ലോ. ഇനി ഇവിടുന്ന് രാവിലെ 7:45 എറണാകുളം കോട്ടയം പാസഞ്ചർ പോവുക. അതിൻ്റെ നമ്പർ വരുന്നത് 56005 അപ്പോൾ ഞങ്ങളിനിപ്പോൾ കോട്ടയത്തേക്കുള്ള അൺറിസർവ്ഡ് ടിക്കറ്റ് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ കയറാം. ഇതിൻ്റെ AC ഒക്കെ ക്ലോസ് ആയിരിക്കും. ജനറലോ സ്ലീപ്പർ ക്ലാസ്സിലോ നമുക്ക് കയറാം. എല്ലാവരും ഇറങ്ങുവാണ്. ഈ മഴയത്ത് ഇവിടുന്ന് ഇറങ്ങുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇതാണ്. ഞങ്ങൾ കുറച്ച് നേരം പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നു, കാരണം ആ ഒരു മഴ കുറയാൻ വേണ്ടി. ഈ ഭാഗത്തേക്കാണ് റിസർവേഷൻ ടിക്കറ്റും അൺറിസർവ്ഡ് ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റുക. ഞങ്ങൾ ഓൾറെഡി റെയിൽവേ ആപ്ലിക്കേഷൻ വഴി തന്നെ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പം അടുത്തൊരു വലിയ മഴ വരുന്ന സമയത്തിന് മുന്നേ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. എറണാകുളം കോട്ടയം പാസഞ്ചറിൻ്റെ ലോക്കോമോട്ടീവ് WAP4 ആണ്. പിന്നെ ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ ഉണ്ട്, എറണാകുളം ജംഗ്ഷൻ ടാറ്റ നഗർ എക്സ്പ്രസ്. 7:15 ഇവിടെ നിന്ന് പുറപ്പെടുക. പിന്നെ ഇവിടെ തന്നെ ഇതാ ഒരു ഡീസൽ ലോക്കോ. ശരിക്കും ഈ ഒരു ഇലക്ട്രിക് ലോക്കോകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, ഇതിനെ ഇവിടെ കാണുമ്പോൾ ശരിക്കും വിഷമമാണ്. ഇനി അധിക കാലമൊന്നും ഇത് ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇവിടെ ഉള്ളത് പട്നയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന ഒരു വീക്ക്ലി എക്സ്പ്രസ് ആണ്, വാരണാസി വഴി വരുന്ന വണ്ടിയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു ട്രെയിനിലേക്ക് കയറിയേക്കാം. ഈ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഒരു ഭാഗവും ട്രെയിനിൻ്റെ ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് കുറച്ച് ഹൈറ്റിലാണ് ഉള്ളത്. പിന്നെ ഇവിടെ അത് ഉയർത്തി കിട്ടുന്ന ഒരു കുറച്ച് പരിപാടികളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്.
ഈ ഒരു പാസഞ്ചറിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജനറലൊന്നും കയറേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ കയറാം. അപ്പോൾ ഞങ്ങളിനിപ്പോൾ നേരെ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. സ്ലീപ്പർ ക്ലാസ്സിൽ ഇവിടെ വേണമെങ്കിലും പോയിരിക്കോ, നല്ല വഴുക്കലുണ്ട് കേട്ടോ. ഇപ്പം അടിച്ചു കെട്ടി വീണേനെ. അടുത്ത മഴ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് കയറിയേക്കാം. മഴക്കാലത്ത് ഈ വിൻഡോ പ്രോപ്പറായിട്ട് അടച്ചില്ലെങ്കിൽ കാണുന്നൊരു കാഴ്ചയാണ്. ഈ ബെർത്തിലൊന്നും ഇരിക്കാനേ പറ്റില്ല. കോച്ചിൻ്റെ അകത്തും നിറച്ചു വെള്ളമാണ്. ഈ ഒരു ഉത്കൃഷ്ട കോച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഡോറ്, അതായത് ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്താലും ഇടയിലൂടെയൊക്കെ വെള്ളം കയറി വരും. പിന്നെ ഇവിടെ കഴിച്ചതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് വണ്ടി ക്ലീനിങ് ഒന്നുമില്ല, മിക്കവാറും കോട്ടയത്ത് എത്തിയിട്ടേ ക്ലീനിങ് ഒക്കെ ഉണ്ടാവുള്ളൂ. കാരയ്ക്കൽ എറണാകുളം ടീ ഗാർഡൻ എക്സ്പ്രസ്, എറണാകുളം കോട്ടയം പാസഞ്ചർ, ഇതൊക്കെ ചെന്നൈ ഡിവിഷന്റെ കീഴിലുള്ള വണ്ടിയാണ്. ഇവിടുന്ന് കോട്ടയത്തേക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 20 രൂപയാണ്. ശരിക്കും കാരയ്ക്കലിൽ നിന്ന് നേരിട്ട് കോട്ടയത്തേക്ക് ഈ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ ടിക്കറ്റ് എടുക്കേണ്ട കാര്യം വരില്ലായിരുന്നു. പിന്നെ ഇതിന്റെ പ്രൈമറി മെയിൻ്റനൻസ് ഒക്കെ വരുന്നത് ചെന്നൈയിൽ നിന്നാണ്. ഇന്നിപ്പോൾ രാവിലെ ഈ വണ്ടി 9 മണിക്കൊക്കെ ആകുമ്പോൾ കോട്ടയത്ത് എത്തിയാൽ പിന്നീട് അവിടുന്ന് രാത്രി മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. 7:45 അങ്ങനെ എറണാകുളത്ത് നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. മഴ വീണ്ടും വന്നു. ഡീസൽ ലോക്കോ ഷെഡ്. സ്റ്റേഷൻ വിട്ട ഉടനെ തന്നെ വലിയൊരു വളവാണ്. നമ്മൾ നേരെ ഇനി തൃപ്പൂണിത്തുറ ഭാഗത്തേക്കാണല്ലോ, അപ്പോൾ വളഞ്ഞാണ് ഇങ്ങനെ പോവുക. നമ്മൾ S10 കയറിയിട്ടുള്ളത്. എറണാകുളത്തെ യാർഡാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഇപ്പോൾ എറണാകുളം KSR ബംഗളൂരു ഇൻ്റർസിറ്റീൻ്റെ MT രേഖകൾ പോയതേ ഉള്ളൂ. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത്. എട്ട് 18 ട്രെയിൻ ഇപ്പോൾ തൃപ്പൂണിത്തുറ എത്തി. തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ, ഇതൊരു ടെർമിനൽ സ്റ്റേഷനാണ് കേട്ടോ. അതായത് ഇവിടെ ആ ഒരു മെട്രോ ലൈൻ അവസാനിച്ചു. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. 8:26 ട്രെയിൻ ഇപ്പോൾ ചോറ്റാനിക്കര റോഡ് സ്റ്റേഷനിലെത്തി. ഈ സ്റ്റേഷനിലെത്തിയാൽ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രമായ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പോകാം. സ്റ്റേഷനിൽ 2 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. മുളന്തുരുത്തി സ്റ്റേഷൻ, ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ട്രെയിൻ ഇപ്പോൾ കാഞ്ഞിരമിറ്റം സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. വീണ്ടും മഴ. ഇന്ന് മുഴുവനപ്പോൾ മഴ തന്നെ. അങ്ങനെ ഇതാ ഇവിടെ നിന്നും ട്രെയിൻ എടുത്തു. ട്രെയിൻ ഇപ്പോൾ പിറവൻ റോഡ് സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. 9:03 ട്രെയിൻ ഇപ്പോൾ വൈക്കം റോഡ് സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റായിരുന്നു ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. വണ്ടി എടുത്തു. ഈ റെയിൽവേ സ്റ്റേഷന് ടൗൺ കുറച്ച് മാറിയിട്ടുള്ള സ്റ്റേഷനെയാണ് റോഡ് എന്ന് കൂട്ടിച്ചേർക്കുന്നത്. ഈ സ്റ്റേഷന് വൈക്കത്തേക്ക് ഏകദേശം ഒരു 16 കിലോമീറ്റർ ഉണ്ട് ദൂരം. ട്രെയിൻ ഇപ്പോൾ കടുത്തുരുത്തി ഹോൾട്ട് സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ട്രെയിൻ ഇപ്പോൾ കുറുപ്പുന്തറ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 2 പ്ലാറ്റ്ഫോമുകളാണ്. നടുഭാഗം വഴി 2 ട്രാക്കുകളും പോകുന്നത് കാണാം. ആകെ 4 ലൈനുകളാണ് ഇവിടെയുള്ളത്. 9:25 ട്രെയിൻ ഇതാ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ETM എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്.
കുമാരനല്ലൂർ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയേ. ഇവിടെ നിർത്തുന്ന ട്രെയിനുകളുടെ സമയം ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. കുറച്ച് ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. ഇപ്പോൾ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വഴി ഇതിലൂടെയാണ്. ഇനി അടുത്ത് തന്നെയാണ് കോട്ടയം. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഉള്ള വലിയൊരു വളവ്. എറണാകുളത്ത് നിന്നും 59 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 9:42. കന്യാകുമാരി മംഗളൂരു സെൻട്രൽ പരശുറാം എക്സ്പ്രസ്. രാത്രി 9 മണിയാവും ഇത് മംഗളൂരു എത്താൻ. ഈ ട്രെയിനിന് കോട്ടയം എറണാകുളം പാസഞ്ചറായിട്ട് 5:20 ഇവിടുന്ന് എറണാകുളത്തേക്ക് പുറപ്പെടുക. അതിനുശേഷം 10:25 കാരയ്ക്കലിലേക്കുള്ള ടീ ഗാർഡൻ എക്സ്പ്രസ് ആയിട്ട് ഇത് പോവുക. കേരളത്തിൽ നിന്ന് ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ട്രെയിൻ തന്നെയാണ് ടീ ഗാർഡൻ എക്സ്പ്രസ്. അതിനുശേഷം എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് ഈ ഒരു പാസഞ്ചറിൽ വന്നു. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.